വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചരണങ്ങളുമായി കോൺഗ്രസും സിപിഎമ്മും വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമല്ലെന്നും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്നുമുള്ള ആസൂത്രിത പ്രചാരണമാണ് നടക്കുന്നത്. മുനമ്പം ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നൽകിയിട്ടും ജനങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ വഖഫ് വിഷയത്തിലുള്ള രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കോൺഗ്രസും സിപിഎമ്മും വച്ചു പുലർത്തുന്നത് നമ്മൾ കാലങ്ങളായി കാണുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചരണങ്ങളുമായി ഇവർ ഇറങ്ങിയിരിക്കുകയാണല്ലേ? രോഹിണി, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇതിൻ്റെ ഒരു മുൻകാല പശ്ചാത്തലം കൂടെ നോക്കേണ്ടതുണ്ട്. UDF മുനമ്പം ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്യുമെന്ന് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മുനമ്പത്തെ സമരപ്പന്തലിലെത്തി വാക്കുകൊടുത്ത് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 മാസത്തിലധികമായി. ഒരു ചെറുവിരൽ പോലും പിന്നീട് അവർ അനക്കിയിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ LDF ഒരു നിയമസാധുതയില്ലാത്ത ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഒരു കണ്ണിൽ പൊടിയിടുന്ന സമീപനം നടത്തി. ഇവർ ഇങ്ങനെയെല്ലാം ചെയ്ത് മുനമ്പം ജനതയെ അവിടുത്തെ MLA അവർ തന്നെ പറഞ്ഞതാണ്, വർഷങ്ങളോളം ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നു. അവസാനം ചതിക്കുകയായിരുന്നുവെന്ന് മുനമ്പം ജനത തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ട് കൂട്ടരും ഇത്തരത്തിൽ ഇവരെ ചതിച്ചതിന് ശേഷമാണിപ്പോൾ BJP ചതിച്ചു, ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം നൽകി, ഇല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ഒരു കാരണവശാലും മുനമ്പം വിഷയത്തിന് പരിഹാരമാകില്ല എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ അവർക്ക് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്, ഇത് ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ലഭിച്ചിരിക്കുന്നു. കൃത്യമായ രേഖകളില്ലാതെ ഭൂമിയുടെ അവകാശം വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെടാൻ പറ്റിയിരുന്ന ആ സെക്ഷനുകളെല്ലാം എടുത്തു കളഞ്ഞതിലൂടെ തന്നെ വലിയ ഒരു ആശ്വാസമാകുന്നു. അതിൽ ഉപരി ഇപ്പോഴും വഖഫ് ഇതിൻ്റെ തർക്കം വിഷയമായി നിൽക്കുമ്പോൾ ഈ നിയമ ഭേദഗതിയുടെ പ്രയോജനം ഇവർക്ക് ഇനിയും കോടതികൾ പരിഗണിക്കുമ്പോൾ ഈ ഭേദഗതി ചെയ്ത നിയമം പരിഗണിക്കപ്പെടുകയും അത് വഖഫ് ഭൂമിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് മുനമ്പം ജനതയ്ക്ക് സഹായകമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി അവിടെ വിശദീകരിക്കുകയും ചെയ്തു. അതിനോടൊപ്പം ഇനിയും ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സമയമാണ്, കുറച്ച് സമയം കൂടെ വേണ്ടി വരും. അതിൽ മുനമ്പം ജനതയെ കൂടി കണ്ട്, മുനമ്പത്തെ പ്രശ്നം കൂടി കണ്ടാവും ചട്ടങ്ങൾ രൂപീകരിക്കുക എന്നുകൂടി പറഞ്ഞ് അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് അവിടുത്തെ ജനങ്ങളുടെ കൈ പിടിച്ചുറപ്പ് നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് കുപ്രചരണവുമായി LDFും UDFും രംഗത്തെത്തുന്നത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള കുപ്രചരണം നടത്തുമ്പോഴും സീറോ മലബാർ സഭ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്, കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഒരു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്, അതൊറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല എന്ന ബോധ്യം അവിടുത്തെ അതിനെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾക്കുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവർക്കെല്ലാം ഇടയിൽ, ഇല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഒരു വലിയ അവ്യക്തത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ LDFും UDFും നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ്. ഇതേ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അവർ മുസ്ലിം ലീഗ് അടക്കം UDFിൻ്റെ ഘടകകക്ഷിയിൽ നിന്നടക്കം, ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരടക്കം അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് മുനമ്പം ജനതയ്ക്കെതിരായ നീക്കമാണെന്ന യാഥാർത്ഥ്യം മുനമ്പം ജനത മനസ്സിലാക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തു തന്നെയായാലും ഇപ്പോഴും ഈ മുനമ്പം വിഷയം പൂർണ്ണമായും പരിഹരിക്കും എന്ന് ഉറപ്പ് നൽകുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ട്. അതിൽ വിശ്വാസമുണ്ടെന്ന് മുനമ്പത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പറയുകയും ചെയ്യുന്ന ഘട്ടത്തിലും അതിനെതിരായി സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു വർഗീയ വിദ്വേഷം കൂടി പരത്തുന്നതിനുള്ള ശ്രമങ്ങളുമായിട്ടാണ് പോകുന്നത്. ആ സമയത്തും പറയുന്നു, ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന കാര്യം, ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് മുസ്ലിം ജനതയെ തന്നെ ആണെന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. അപ്പോൾ വഖഫ് നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതസ്ഥർക്കെതിരെ അല്ല എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ വഖഫ് നിയമം അത് ബാധിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ആയതുകൊണ്ടാണ് വഖഫ് ബോർഡിലേക്ക് മറ്റ് മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്നതും കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുമ്പോഴും അതിനെ എല്ലാം വളച്ചൊടിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് LDFും UDFും നടത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റ് നിയമം അത് പൂർണ്ണമായി
പൂർണ്ണമായും ചട്ടങ്ങൾ രൂപീകരിച്ച് വരാൻ ചെറിയ ഒരു കാലതാമസം. അതിനുശേഷവും സ്വാഭാവികമായും നിയമ നടപടികളുമായി പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യവും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് നീങ്ങുന്നത്. ഇതേസമയം LDFും UDFും കുപ്രചരണവുമായി ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുകയാണ്. രോഹിണി. അതെ, ശരി സുധീഷ്. വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് കുപ്രചരണങ്ങളുമായി കോൺഗ്രസും CPMും വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമല്ലെന്നും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്നുമുള്ള ആസൂത്രിത പ്രചാരണമാണ് ഇവർ നടത്തുന്നത്.